റെസിപ്പി ഒരു നൂഡിൽസാണ്. വെജിറ്റബിൾസൊക്കെ ഇട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ലൊരു ടിഫിൻ ബോക്സ് റെസിപ്പിയും കൂടിയാണ്. നിങ്ങൾ എന്തായാലും വീഡിയോ കാണുക. അതുപോലെ എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ്സ് അയക്കാൻ മറക്കരുത്. അപ്പോൾ ഈ സിമ്പിൾ നൂഡിൽസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഹെൽത്തി ആയിട്ടുള്ള നൂഡിൽസാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിവിടെ ബീൻസ് എടുത്തിട്ടുണ്ട്. ചെറിയ ബീൻസ് വളരെ തിന്നായിട്ട് അരിഞ്ഞ ബീൻസ്, കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വളരെ കട്ടി കുറച്ച് അരിഞ്ഞ ക്യാരറ്റ്. ഫ്ലേവറിന് ഞാൻ കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ജിഞ്ചർ ഗാർലിക് എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. സവോള എടുത്തിട്ടുണ്ട്, അത് ഒരു മുഴുത്ത സവോള ചെറുതായിട്ട് അരിഞ്ഞത്. ഒരു 2 ക്യാരറ്റ് ഉണ്ട്. ഇത് ബീൻസ് ഒരു 6 ബീൻസ് ഉണ്ട്. ക്യാപ്സിക്കം ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി. പിന്നെ ഞാനിവിടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പ്ലെയിൻ നൂഡിൽസ് എടുത്തിട്ടുണ്ട്, ഒരു 4 പീസ് പ്ലെയിൻ നൂഡിൽസ്. പിന്നെ ഫ്ലേവറിന് ഞാനിവിടെ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. കുറച്ച് ഹെൽത്തി ആയിട്ട് ഒരു ടേസ്റ്റിന് ഞാനിവിടെ കുറച്ച് ഗീ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് മേടിക്കാൻ കിട്ടുമല്ലോ, അത് ഞാനിവിടെ ഒരു ചെറിയ ക്യൂബ് പൊളിച്ച് പൗഡറാക്കി എടുത്തിട്ടുണ്ട്, അത് യൂസ് ചെയ്യാം. അപ്പം ഇത്രയാണ് നമ്മുടെ നൂഡിൽസിന് വേണ്ട സാധനങ്ങൾ. ഇനിയിപ്പോൾ ആദ്യം നമ്മുടെ നൂഡിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം നൂഡിൽസ് കുക്ക് ചെയ്ത് വെള്ളത്തിൽ തിളപ്പിച്ച് കഴിയുമ്പോൾ നമുക്കൊരു കീറ്റപാത്രത്തിലേക്ക് എടുത്ത് മാറ്റണം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് നമുക്ക് തീ കത്തിക്കാം. ഇനി ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നൂഡിൽസ് വേകാൻ ആവശ്യമായ വെള്ളം, നൂഡിൽസ് പറ്റിച്ചെടുക്കുകയല്ല, നമ്മളിവിടെ തിളപ്പിച്ച് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഇച്ചിരി വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായി തിള വന്നതിന് ശേഷം നമ്മുടെ നൂഡിൽസ് ഇട്ട് കൊടുക്കാം. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ നൂഡിൽസ് ഇടുന്നതിന് മുമ്പ് ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഈ വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ബിക്കോസ് നമ്മുടെ എന്തിനാണെന്ന് ചോദിച്ചാൽ നൂഡിൽസ് നല്ല കുക്കായി വരുമ്പോൾ തമ്മിൽ ഒട്ടാതെ നല്ല വിട്ട് നല്ല ഫൈനായിട്ട് വരാൻ വേണ്ടിയാണ്. അപ്പം അതൊരു ചെറിയ ടിപ്പായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഈ വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നൂഡിൽസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഒരു 4 to 5 മിനിറ്റ്സ് മാത്രം മതി കുക്കിംഗ്. അപ്പോഴത്തേന് ഇത് നന്നായിട്ട് വേകും, എല്ലാം വിട്ട് നല്ല റെഡിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്കൊരു പിത്തപാത്രം എടുത്ത് അതിനകത്തോട്ട് ഊറ്റി മാറ്റാം. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യിക്കാം. ഇനി നമുക്കൊരു അതിനെ അടച്ച് വെച്ച് ഒരു 4 to 5 മിനിറ്റ്സ് ഇത് കുക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം. നമ്മുടെ നൂഡിൽസ് ഇപ്പോൾ ഒരു 4 മിനിറ്റ്സ് കുക്കായിട്ടുണ്ട്. അപ്പം ഇനി ഇത് നമുക്കൊരു പിത്തപാത്രത്തിലേക്ക് ഊറ്റി മാറ്റി വയ്ക്കാം. ചിലർ ഇത് നമ്മൾ പിത്തപാത്രത്തിലേക്ക് ഒഴിക്കുമ്പോൾ തണുത്തോളം യൂസ് ചെയ്ത് കഴുകി ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിവിടെ വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിൽ ഇട്ടുകൊണ്ട് അത് തമ്മിൽ ഒട്ടാതെ നല്ല ഫൈനായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പിത്തപാത്രത്തിലേക്ക് ഇത് മാറ്റാം. നൂഡിൽസ് വെന്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. പിന്നെ നമുക്ക് മാറ്റി വെച്ചിട്ട് വെജിറ്റബിൾസ് കുക്ക് ചെയ്യാം. ഇനി നമുക്ക് നൂഡിൽസിന് വേണ്ട വെജിറ്റബിൾസ് എല്ലാം കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനത് പാൻ വെച്ചു. നിങ്ങൾക്ക് സെയിം പാൻ തന്നെ യൂസ് ചെയ്യാം. സെയിം പാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊന്ന് വാഷ് ചെയ്തിട്ട് എടുക്കണം, അല്ലെങ്കിൽ ആ നൂഡിൽസിൻ്റെ പശപ്പ് കാരണം വെജിറ്റബിൾസ് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും ആ പാത്രം തന്നെ യൂസ് ചെയ്യുകയാണ്. അപ്പം ഇനി ഇതിനകത്തോട്ട് നമുക്ക് ആദ്യം കുറച്ച് ഗീ ആഡ് ചെയ്യാം. അപ്പോൾ ഒരു നൂഡിൽസ് നല്ലൊരു ടേസ്റ്റ് വരും. അതിനുശേഷം സൺഫ്ലവർ ഓയിലും ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ പാത്രത്തിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം വെജിറ്റബിൾസ് വഴറ്റാൻ ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാകെ ഒരു 3 ടേബിൾ സ്പൂൺ, ഒരു കുറച്ച് മതി, 3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോഴത്തേനും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കുക്ക് ചെയ്യണം. ജിഞ്ചർ ഗാർലിക് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഒരു ജസ്റ്റ് ഒന്ന് വഴന്ന് ആ പച്ചപ്പൊന്ന് പോയതിന് ശേഷമേ വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുള്ളൂ. സവാള പെട്ടെന്ന് കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടപ്പോഴത്തേക്കും നമ്മുടെ സവാള പെട്ടെന്ന് അതിൻ്റെ വെള്ളമൊക്കെ വിട്ട് മാറി നന്നായിട്ട് വഴഞ്ഞ് വരുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഏറ്റവും ലാസ്റ്റ് ഇടാവുള്ളൂ. നന്നായിട്ട് ഇളക്കി വഴറ്റി എടുക്കുക. ഒരുപാട് വഴന്നു പോകരുത്, എന്നാൽ ഒട്ട് പച്ചയായിട്ട് കിടക്കുകയും ചെയ്യരുത്. ആ ഒരു പരുവത്തിന് വേണം എടുക്കാൻ. ഇപ്പം ക്യാരറ്റും ബീൻസും ഓണിയനും ഒക്കെ ആകുമ്പം നല്ലൊരു ഹെൽത്തി ആയിട്ടായിരിക്കും നമ്മുടെ നൂഡിൽസ് കഴിക്കാൻ. ഇത് നിങ്ങൾക്ക് സ്കൂളിലൊക്കെ ടിഫിൻ ബോക്സിൽ നിന്ന് നല്ലതാണ്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരേപോലെ കഴിക്കാൻ കൊണ്ടുപോകാം. ഇവിടെ നൂഡിൽസിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് പാസ്ത യൂസ് ചെയ്യാം, അതും ഒരു നല്ലൊരു ഓപ്ഷനാണ്. പാസ്ത കുക്ക് ചെയ്ത് ആഡ് ചെയ്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാനിവിടെ സവാള വഴറ്റിയപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് ടെസ്റ്റ് ഒന്ന് നോക്കിക്കോണം. ഉപ്പ് കുറവാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാരറ്റിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് ഇതൊന്ന് ആവിയിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇത് ഇരുന്നൊന്ന് വേവുന്നതും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ വെജിറ്റബിൾസ് എല്ലാം കൂടെ കുക്ക് ചെയ്യാൻ ഒരു 10 മിനിറ്റ്സ് മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇൻ ബിറ്റ്വീനായിട്ട് ഞാൻ ക്യാരറ്റ് ആഡ് ചെയ്തു. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം ബീൻസ് ആഡ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ക്യാരറ്റ് ബീൻസ് ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം.
അതും നന്നായിട്ട് ഇളക്കി ഒന്ന് അടച്ച് വെക്കുക. എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് മതി വെജിറ്റബിൾസ് കുക്കായി വരാനായിട്ട്. ഇതിനകത്തോട്ട് ഞാനൊരു കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ആഡ് ചെയ്യാം ഒരു ഫ്ലേവറിന് വേണ്ടി. ഇനി ഇത് ഒരു ഒന്ന് വഴന്ന് ക്യാപ്സിക്കം ഒന്ന് കുക്കാവുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഒരുപാട് സമയം വേണ്ട ക്യാപ്സിക്കം കുക്കായി വരാൻ. അപ്പോൾ വെജിറ്റബിൾസ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇവിടെ ഞാൻ മാഗിയുടെ ചിക്കൻ ക്യൂബ് പൊടിച്ചതോടെ ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊരു ഫോർക്ക് യൂസ് ചെയ്ത് വേണം അത് ഇളക്കിയെടുക്കാൻ. അങ്ങനെ സ്വാദിഷ്ടമായ വെജിറ്റബിൾ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടോടെ മയണീസും ടൊമാറ്റോ സോസും ഒക്കെ ഒഴിച്ച് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റായിരുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നൂഡിൽസ് നിങ്ങൾ എന്തായാലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. സോ നമുക്ക് അടുത്ത റെസിപ്പിയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ റെസിപ്പീസ് ആൻഡ് മൈ ചാനൽ. സീ യു.